കിച്ചു അന്ന് അഞ്ജുവുമായി വഴക്കെടുത്ത ദിവസം നീലുവിനെ തൽക്കാലത്തേക്ക് മാൻഷനിലേക്കാണ് കൊണ്ടുവന്നിരുന്നത്. സത്യക്ക് ദേഷ്യമാകുന്ന കരുതി അവനൊന്ന് ഭയന്നിരുന്നു. എങ്കിൽ കാര്യങ്ങൾ മറിച്ചാണ് സംഭവിച്ചത്. നീലുവിനെ തനിക്ക് നൽകണമെന്ന് സത്യ തന്നെയാണ് കിച്ചുവിനോട് ആവശ്യപ്പെട്ടത്, അല്ല ആജ്ഞാപിച്ചത്. അഞ്ജുവിനെ ദൈവം പിന്നീട് ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊടുത്ത് കടാക്ഷിച്ചില്ല. വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടി അവർ കയറിയിറങ്ങാത്ത ഹോസ്പിറ്റലില്ല, അമ്പലങ്ങളില്ല. സേതുലക്ഷ്മി നാടിന് തന്നെ അഭിമാനമായി മാറി. ഒരുപാട് സ്ത്രീകൾക്ക് തൊഴിലുകൾ കൊടുത്ത് അവൾ സഹായിച്ചു. ജഗൻ തന്റെ ബിസിനസ്സുകളൊക്കെ നോക്കി നടത്തി മുന്നോട്ട് പോകുന്നു. വൈദു ഇന്നൊരു ഡോക്ടറാണ്. അവൾക്കിപ്പോൾ കല്യാണമൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. ഷാരിയും ഓമനയും മഹിയും ശിവനും ഒക്കെ പഴയ പോലെ തന്നെ ഓരോഴുക്കിൽ അങ്ങ് ജീവിക്കുന്നു. ദേവഗായത്രിയും രാമും ചേർന്ന് നമ്മുടെ കീർത്തുവിനെ നേരത്തെ തന്നെ പിടിച്ച് കെടിച്ചു വിട്ടു. ജീവൻ, അതാണ് അവളുടെ ഭർത്താവിന്റെ പേര്. ആളൊരു ബാങ്ക് ജീവനക്കാരനാണ്. എന്തായാലും സന്തോഷപൂർവ്വമാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. കാരണം ഇപ്പോൾ കിടപ്പിലാണ്. രാജ്യത്തിനൊട്ടും വയ്യ. മഹിയാണ് അവരിപ്പോൾ കൂടുതൽ കെയർ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ശിവയിൽ നിന്നും ഒരു പരിധിയിൽ കൂടുതൽ സത്യ ആരെയും അകറ്റി നിർത്താറില്ല. അതുകൊണ്ട് തന്നെ കരുണാലയത്തിലുള്ളവരും ശിവയുടെ കൂട്ടുകാരുമൊക്കെ അവളെ കാണാൻ ധൈര്യത്തോടെ മാൻഷനിലേക്ക് വരാറുണ്ട്. അഞ്ജുവിന്റെ കാര്യമാണ് കഷ്ടം. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും രണ്ടാൾക്കും ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പം അവർക്കറിയാം ദൈവം അവർക്ക് കൊടുത്ത ശിക്ഷയാണെന്നത്. ഇന്ന് താൻ ചെയ്ത തെറ്റിന്റെ ആഴം അഞ്ജുവിനറിയാം. നീലുവിന് അവർക്ക് ഇനി ഒരിക്കലും തിരികെ കിട്ടില്ലെന്നും അവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം മറുപുറം സത്യദേവാണ്. ജിത്തുവും വീണയും കുഞ്ഞും സന്തോഷത്തോടെ ജീവിക്കുന്നു. വീണ തന്റെ പഠനം വീണ്ടും തുടർന്നു. അവളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. അനിയും നിത്യയും മടിച്ചു പൊളിക്കുവാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് അനിയുടെ അച്ഛൻ ബിജു മരിച്ചു. അതോടെ അവൻ്റെ അമ്മ തീർത്ഥാടനമായി ഇറങ്ങി. അനിയും നിത്യയും ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അവരത് കേട്ടില്ല. ഒടുവിൽ അവരുടെ തീരുമാനത്തിന് മുമ്പിൽ അവർ കീഴടങ്ങി. നിത്യ ഇപ്പോൾ 2 മാസം ഗർഭിണിയാണ്. അവരുടെ മൂത്ത മകൻ നീരവ് ഇപ്പോൾ 2ാം ക്ലാസ്സിലാണ്. മായയും ബാലനും മാധവിന്റെ കൂടെ തന്നെയുണ്ട്. കഴിഞ്ഞ വർഷം സരസ്വതി മരിച്ചു. അതോടെ മാധവനാകെ ഒറ്റപ്പെട്ടു പോയി. മോഹിനിയും ശേഖരനും ഒക്കെ US-ലാണ്. അതോടെ ദേശമൊക്കെ പറഞ്ഞ് മായയും ബാലനും തിരികെ വന്നു. ഗിരിക്കും മനുവിനും ശ്രീബാലക്കും പഠിത്തം കഴിഞ്ഞതും സത്യയുടെ IT കമ്പനിയിൽ തന്നെ ജോലി കിട്ടി. ഗിരിയുടെയും അവൻ്റെ ശ്രീയുടെയും നിശ്ചയം കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ഇരുട്ട് നിറഞ്ഞ മുറിയിൽ വേദന കൊണ്ട് പിടഞ്ഞു കിടക്കുന്നുണ്ടവൻ സത്യവൻ കരികിലേക്ക് ചുവട് വെച്ചതും ആ മുറിയിലാകെ പ്രകാശം നിറഞ്ഞു. കണ്ണുകളിൽ അഗ്നി നിറച്ചവൻ തനിക്ക് മുമ്പിൽ കിടക്കുന്നവനൊന്ന് നോക്കി. എന്താണ് വിക്രം, നീ ഇത്ര വേഗം തളർന്നുപോയോ? അവൻ്റെ ആ ചോദ്യത്തിൽ വിക്രമനാകുന്നു പതറിപ്പോയി. ഇപ്പോഴും യാതൊരു മാറ്റങ്ങളില്ലാതെ തനിക്ക് മുമ്പിൽ ഉശിരോടെ നിറഞ്ഞു നിൽക്കുന്ന സത്യയെ ഭീതിയോടെ അവൻ നോക്കിയത്. അയാളുടെ ഓർമ്മകൾ ആ സമയം കുറെ വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. അന്ന് ഡാർക്ക് മാൻഷനിൽ നിന്നും ഇറങ്ങിയോടിയ ശിവാനിക്ക് പിന്നാലെ വിക്രമുണ്ടായിരുന്നു. സത്യദേവനെ തകർക്കാൻ അവൻ അത്രയും ആഗ്രഹിച്ചിരുന്നു. ബിസിനസ്സിൽ ശത്രുക്കൾ എന്നതിനുപരി വിക്രമിന് സത്യയോടുള്ള പക മറ്റൊന്നായിരുന്നു. അവൻ്റെ അച്ഛനെയും 2 സഹോദരന്മാരെയും കൊന്നത് സത്യയായിരുന്നു. ഓടിയാകിൽ എന്നവളെ പകയോടെ നോക്കിക്കൊണ്ട് വിക്രം തൻ്റെ കാർ അവൾക്ക് പിന്നാലെ വിട്ടു. അവളെ കാറിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ തന്നെ അവളുടെ ബോധം പോയിരുന്നു. ശിവ പതിയെ കണ്ണു ചിമ്പി തുറന്നു. താനിപ്പോൾ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയന്നാണ് അവൾ ഇരിപ്പ്. സത്യയെ ഒന്ന് കാണാൻ അവളുടെ ഉള്ളം വല്ലാതെ ആഗ്രഹിച്ചു. തൻ്റെ വയറിൽ അവൾ അരുമയോടെ കൈ ചേർത്തു. കുഞ്ഞും നനങ്ങി. അവൾക്ക് ആ സമയം വല്ലാത്തൊരു ധൈര്യം തോന്നി. പക്ഷേ ആ ധൈര്യം നഷ്ടമാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. എന്തോ ശബ്ദം കേട്ട് ഞെട്ടി മുന്നോട്ട് നോക്കിയ ശിവ കൺമുമ്പിലെ കാഴ്ച കണ്ട് തറഞ്ഞിരുന്നു പോയി. വലിയൊരു സ്ക്രീനിൽ അതിൽ നിറഞ്ഞു നിൽക്കുന്ന വീഡിയോ അത് തന്നെ റിപ്പീറ്റ് അടിച്ച് ഓടുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചു കൊണ്ട് ബൈക്ക് അതിവേഗത്തിൽ ഓടിക്കുന്ന സത്യ. അവനിടിച്ച് തെറിപ്പിക്കുന്ന മറ്റൊരു വാഹനം. രക്തത്തിൽ കുളിച്ച് റോഡരികിൽ അനാഥയായി കിടക്കുന്ന തന്റെ ദേവേട്ടൻ. അലറിക്കരഞ്ഞു അവൾ. ഹൃദയം വിങ്ങിയ നോവിൽ സ്വയം തല തല്ലിക്കരഞ്ഞു. പെട്ടെന്നാണ് അവളുടെ കഴുത്തിൽ ആരോ ബെൽറ്റ് കൊണ്ട് മുറുക്കിയത്. ശ്വാസം കിട്ടാതെ ഒന്ന് കൈകാലിട്ട് അടിച്ച് പിടഞ്ഞു പോയി ശിവ. അവളുടെ കണ്ണുകളാകെ മിഴിഞ്ഞു വന്ന സമയം അയാൾ അവളെ മോചിപ്പിച്ചു. ആഞ്ഞു ചുമച്ചുകൊണ്ട് അവൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവരെ നോക്കി. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പുരുഷനും അല്പം മോഡേൺ വേഷം ധരിച്ച ഒരു പെണ്ണുമായിരുന്നു അവൾക്ക് മുമ്പിൽ വന്നു നിന്നത്. അതിലാ പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന ബെൽറ്റ് കണ്ട് ശിവ കണ്ണു മിടിച്ചു പോയി. ആ പെണ്ണാണ് തൻ്റെ കഴുത്തിൽ അത് വെച്ച് മുറുക്കിയതെന്ന് അവൾക്ക് മനസ്സിലായി. ഹായ് ക്യൂട്ടി, ഞങ്ങളെ നിനക്ക് മനസ്സിലായി കാണില്ലല്ലേ? ഞാൻ രേണുക, ഇതെന്റെ ഭർത്താവ് വിക്രം. ആ പെണ്ണൊരു ഈണത്തിൽ പറഞ്ഞതും ശിവ പേടിയോടെ അവരെ നോക്കി. എന്റെ ദേവേട്ടൻ. അവൾ അങ്ങനെ പറഞ്ഞ അടുത്ത നിമിഷം മുഖത്തേറ്റ അടിയിൽ അവൾ നിലത്തേക്ക് വീണുപോയി. വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയി ആ പാവം. വിക്രമായിരുന്നു അവൾ അടിച്ചത്.
അവളുടെ ഒരു ദേവേട്ടൻ, അവനെ കൊല്ലാതെ കൊല്ലടി ഞാൻ. എന്റെ ബിസിനസ് ശത്രു എന്നതിലുപരി അവനും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. എന്റെ അച്ഛനെയും ചേട്ടനെയും എന്റെ ഭാര്യയുടെ അനിയനെയും ക്രൂരമായി കൊന്നവൻ നിന്റെ കോവേട്ടൻ. കൊല്ലും അവനെ ഞാൻ, കൊല്ലാതെ കൊല്ലും. അതിനവനെ തകർക്കാനുള്ള ആയുധം കാത്തിരിക്കുവായിരുന്നു ഞങ്ങള്. ഇപ്പോഴാ അതൊന്ന് കയ്യിൽ കിട്ടിയത്. ക്രൂരമായി പറഞ്ഞുകൊണ്ടവൻ അവളുടെ കയ്യിൽ തന്നെ ഷൂസിട്ട കാലുകൊണ്ട് ഞെരിച്ചമർത്തി. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മുതൽ ഞങ്ങൾ അവന് പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് മിസ്സായി പോയി. അഭിഷേകുള്ളതായിരുന്നു ഒരു പ്രതീക്ഷ, നിന്നെ ഒതുക്കത്തിൽ പുറത്തു വെച്ച് കിട്ടുമെന്ന് കരുതി. പക്ഷേ അവൻ ഞാൻ മനസ്സിൽ കണ്ടത് മാനത്ത് കണ്ട പോലെ ആ ദിവസം തന്നെ നിന്നെ മാൻഷനിൽ ലോക്ക് ചെയ്തു. ഇങ്ങനെയൊന്ന് നിന്നെ അതിൽ നിന്ന് പുറത്തു ചാടിക്കാൻ കുറച്ചൊന്നുമല്ല ഞങ്ങൾ ബുദ്ധിമുട്ടിയത്. അവളുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച ആ മുഖത്തേക്ക് ഒരു അടി കൂടി കൊടുത്തുകൊണ്ട് അവൻ മുരണ്ടു. ശിവയാഗം ആടിത്തളർന്നു പോയി. സത്യ തന്നെ രക്ഷിക്കാൻ പാടില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. പക്ഷേ അവൻ സ്വയം രക്ഷപ്പെട്ടാൽ മതിയെന്ന ഒറ്റ പ്രാർത്ഥനയെ അവൾക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇവൾ ഒറ്റയടിക്ക് കൊല്ലാൻ പാടില്ല വിക്രം. നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ചതുപോലെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ കൊല്ലണം. രേണു പകയോടലറി. ശിവ പേടിയോട് അവരെ നോക്കി. ആ സമയം തന്നെ അവളുടെ ശരീരത്തിൽ കയ്യിലിരുന്ന കത്തി കൊണ്ട് ആ പെണ്ണ് തലങ്ങും വിലങ്ങും വരഞ്ഞു. ആ അയ്യോ വേണ്ട, ഒന്നും ചെയ്യല്ലേ അമ്മ. ശിവവേദന കൊണ്ട് അലറി കരഞ്ഞു. അവളുടെ കരച്ചിൽ അവർക്ക് ലഹരിയായി തോന്നി. നീ സത്യദേവനെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. അവന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ലായിരുന്നു. അവന്റെ അംശത്തെ ഉദരത്തിൽ ചുമക്കാൻ പാടില്ലായിരുന്നു. ഈ തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. നിനക്ക് നൊന്താ മാത്രമേ അവന് വേദനിക്കൂ. അതുകൊണ്ട് ചാവടി, നിന്നിലൂടെ അവനെ ഞങ്ങൾ നേറിക്കും. രേണവളുടെ രണ്ട് കൈയും കാലും വലിയൊരു ഇരുമ്പ് വടി കൊണ്ട് തല്ലി ഒടിച്ചുകൊണ്ട് അലറി. ശിവാനി വേദന സഹിക്കാനാകാതെ ഒരു പുഴുവിനെ പോലെ കിടന്ന് പിടഞ്ഞു. അവളുടെ ശരീരം രക്തത്തിൽ കുളിച്ചു. ഇപ്പൊ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് തന്നെ ദേവേട്ടന്. അവൻ ഭ്രാന്ത് കാണിച്ച് തന്നെ ചെങ്ങലിൽ പൂട്ടിയിട്ടത് ഇങ്ങനൊരാളും തന്നെ വന്ന് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ തന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ താൻ അതനുസരിക്കുമായിരുന്നില്ലേ? ഇല്ല, ദേവേട്ടനെ പരിചയം പുറത്ത് കറങ്ങി നടന്നേനെ. അത് ആൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ തന്നോട് അങ്ങനെയൊക്കെ ചെയ്തത്. ഒന്നും മനസ്സിലാക്കാതെ ആ മനുഷ്യന്റെ കഷ്ടപ്പാടുകളെയൊക്കെ വെള്ളത്തിലാക്കിക്കൊണ്ട് താൻ തന്നെ സ്വയം ശത്രുക്കളുടെ അടുത്തേക്ക് വന്നല്ലെന്ന് ഓർത്തപ്പോ അവൾക്ക് കുറ്റബോധം തോന്നി. ഒന്നും ചെയ്യല്ലേ എന്റെ കുഞ്ഞ്. അവസാന പ്രതീക്ഷയോടെ കൈകൾ കൂപ്പി അവർക്ക് മുമ്പിൽ അവൾ യാചിച്ചു. എന്നാൽ ഇത് കണ്ട് ഭ്രാന്തെടുത്ത രേണു അവളുടെ വയലിലേക്ക് 1 അല്ല 3 അല്ല 5 പ്രാവശ്യം ആഞ്ഞു തൊഴിച്ചു. കണ്ണുകൾ മെരിഞ്ഞ് ശ്വാസം മുട്ടി ശിവന്ന് പിടയാൻ പോലും ആകാതെ കിടന്ന് ഞെരുങ്ങിപ്പോയി. കാലിടുക്കിലൂടെ ഒഴുകിയിറങ്ങുന്ന ചുടുരക്തം അത് തന്നെ കുഞ്ഞാണെന്ന് ഓർത്തതും അവളുടെ ഹൃദയം നിലച്ചു പോകും പോലെ വേദനിച്ചു അവൾക്ക്. ഇതേ സമയം വിക്രം ആ പെണ്ണിന്റെ വായിലേക്ക് കത്തി കുത്തിയിറക്കി. 1 അല്ല 3 വട്ടം. അവളുടെ കണ്ണുകൾ മരണം മുമ്പിൽ കണ്ടതുപോലെ മിഴിഞ്ഞു. ആ അവസ്ഥയിലും അവളുടെ മിഴികൾ അവരോട് ഒരിറ്റ് ദയക്കായി യാചിച്ചു. പക്ഷെ ആ സമയം തന്നെ ഇരുമ്പ് കമ്പിക്കൊണ്ട് വിക്രം അവളുടെ തലയിൽ ആഞ്ഞടിച്ചിരുന്നു. ശ്വാസം വിലങ്ങി കണ്ണുകൾ പുറകോട്ട് മറിഞ്ഞ് ബോധം നഷ്ടമാകുന്ന വേളയിലും അവളുടെ ഉള്ളും തന്റെ കുഞ്ഞിനെയും ദേവേട്ടനെയും ഓർത്തു പിടിഞ്ഞു. വിടില്ല, എന്റെ ദേവേട്ടന്റെ ഉള്ളിൽ ഒരിത്ത് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നിന്നൊന്നും വെറുതെ വിടില്ലടാ. ബോധം നഷ്ടമാകുന്നതിന്റെ തൊട്ട് മുമ്പ് പകയോടെ അവളുടെ ഉള്ളം മുഴിഞ്ഞു. പുച്ഛത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് വിക്രം ഒന്ന് ആഞ്ഞു ചിരിച്ചു. സത്യ, ഒടുവിൽ ഞാൻ തന്നെ വിജയിച്ചിരിക്കുന്നു. വേസ്റ്റ് കൂനിയിലേക്ക് ശിബയെ വിക്രം എടുത്തെറിഞ്ഞു. അവൾ മരിച്ചെന്ന് കരുതി അവരുപേക്ഷിച്ചപ്പോഴും നേരത്തൊരു വിശ്വാസം അവളിൽ ബാക്കിയുണ്ടായിരുന്നു. എല്ലാം ഓർത്ത് കഴിഞ്ഞോ വിക്രം? സത്യയുടെ മുരളിച്ചയിൽ അവൻ്റെ ഉടൽ ഒന്ന് വെട്ടിവിറച്ചു പോയി. അന്നൊരൽപ്പം ദയ എൻ്റെ പെണ്ണിനോട് കാണിക്കാമായിരുന്നെന്ന് ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ കാര്യമില്ല. ഇത്രയും വർഷം കൊണ്ട് നീ അനുഭവിച്ച് കൂട്ടുന്നില്ലേ? ഒന്നുമല്ല. ശരിക്കുള്ള നരകം അതെന്താണെന്ന് നീ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. സത്യവന്യമായി പറഞ്ഞതും വൃദ്ധനെ പോലെ ക്ഷയിച്ച രൂപവുമായി കിടക്കുന്നവനാകമായിരുന്നു. അയാളുടെ കാലിൽ പുഴുത്തും മുറിവ് വലുതായി വരുന്നുണ്ട്. വലത് കൈ ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലാണ്. മുഖത്തും മറ്റും എന്തോ കൊണ്ട് പൊള്ളിച്ച പാടുകളുമുണ്ട്. ഇടതുകാല് പകുതി വെച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അവിടെ പുഴുത്ത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. തലയിലെ ഒരു ഭാഗത്തും മുടി പിഴുത് മാറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ പുതിയ കുഞ്ഞു മുടികൾ കിളുത്തിട്ടുണ്ട്. 3 വർഷങ്ങളായില്ലേ എന്നെ ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? അല്ലെങ്കിൽ നിന്റെ പക തീർത്തുകൂടെ കൊന്നു തന്നൂടെ?
ദയനീയതയുടെ അങ്ങേയറ്റത്തോട് അയാൾ പതിയെ ചോദിച്ചു പോയി. ഇല്ല വിക്രം, മരണം കൊണ്ടുപോലും നീ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല. നിന്നെ ഞാൻ കൊല്ലില്ല വിക്രം. മരണം നിനക്ക് ഞാൻ വിധിക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷയായി പോകും. എന്റെ പാറൂനെ വെറുതെ ഒരുത്തൻ നോക്കിയാൽ പോലും ഞാൻ സഹിക്കില്ല. അങ്ങനെയില്ല. പോ, നീ അവളോട് ചെയ്തത് ഞാൻ മറക്കുവോ? പോർക്കുപോടാ. ഞങ്ങളുടെ കുഞ്ഞ്, എന്റെ പെണ്ണ് എന്ത് പാവാണെന്ന് നിനക്കറിയോ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് ഇഷ്ടമല്ലാത്തവളായിരുന്നു. അങ്ങനെയുള്ള എന്റെ പാറൂൻ ഒരു നാൾ നിന്റെ ഈ നരക ജീവിതം ഞാൻ നേരിട്ട് കാണിച്ചു കൊടുത്തത് നീ മറന്നുപോയോ? ക്രൂരമായ സത്യ ചോദിച്ചു. എന്നാൽ വിക്രം ആ ദിവസം ഒന്ന് ഓർത്തുപോയി. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് ഒരു വൈകുന്നേരം സത്യ വന്നു. അവനോടൊപ്പം വന്ന് വീൽ ചെയറിൽ അവളുണ്ടായിരുന്നു, ശിവാനി. കാര്യം എന്താണെന്ന് പറയാതെയാണ് സത്യ അവൾ അവിടേക്ക് കൊണ്ടുവന്നത്. അന്ന് അവൾക്ക് സംസാരശേഷി തിരികെ കിട്ടിയിരുന്നില്ല. അവനെ കണ്ടതും അവളുടെ മുഖം വിടർന്നു പോയി. അത്രയും അവൾ ആ ഒരുവനോട് പക നിറഞ്ഞിരുന്നു. അവന്റെ കൂടെ അന്ന് രേണുകയുണ്ടായിരുന്നു. ശിവയുടെ തിളങ്ങിയ മിഴികൾ സത്യയും കണ്ടിരുന്നു. രേണു പൂച്ചത്തോടെയാണ് ഇരിക്കുന്നത്. വിക്രമാകെ വിറച്ചു പോയി. സത്യദേവന് അത്രയും ഭയമാണ് അവന്. അന്നവൻ മരിച്ചു പോകുമെന്നാണ് വിക്രം വിശ്വസിച്ചത്. അതുകൊണ്ടാണ് അവൻ അപകടം സംഭവിച്ചതിന് ശേഷം മാത്രം അവൻ ശിവയെ ധൈര്യമായി ഉപദ്രവിച്ചത്. ചോദ്യമോ പറച്ചിലോ ഉണ്ടായില്ല. ഭ്രാന്തെടുത്തതുപോലെ അവൻ തങ്ങളെ ഉപദ്രവിച്ചു എന്ന് വിക്രം പേടിയോട് ഓർത്തു. ഓരോ തവണ സത്യവരടിക്കുമ്പോഴും അവൻ തന്റെ പാറുവിനെ നോക്കും. ആ മിഴികളിൽ പക, സംതൃപ്തി, തിളക്കം, അതെല്ലാം അവൻ ആവേശത്തോടെ നോക്കി. ശിവാനിക്ക് മുമ്പിൽ വെച്ച് അവൻ തന്റെ മറ്റൊരു രൂപം പുറത്തെടുക്കുന്നത് ഇതാദ്യമായിരുന്നു. പക്ഷേ അന്ന് ആദ്യമായി സത്യയുടെ ആ ഭാവങ്ങൾ അവളെ ഭയപ്പെടുത്തിയില്ല, സങ്കടപ്പെടുത്തിയില്ല. പകരം അവൾ അതിനെ ആസ്വദിച്ചു. ആരാധന തോന്നിപ്പോയി അവൾക്ക് അവനോട്. ആദ്യത്തെ പൂച്ചമൊക്കെ രേണുവിൽ നിന്നും വിട്ടുപോയി. പച്ചക്ക് തലമുടി വരെ അവൻ പിഴുതെടുത്തു. 2 പേരുടെയും കയ്യും കാലും തല്ലിയൊഴിച്ചു. തുരുമ്പിച്ച മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അവരുടെ ശരീരമൊക്കെ മീൻ വരക്കും പോലെ വരഞ്ഞു. അതിലും മുളകുപൊടി വിതറി. അവരുടെ കരച്ചിൽ അത്രയും അവൻ ആസ്വദിച്ചു. രേണുവിന്റെ അടിവേര് നോക്കി യാതൊരു ദയയും ഇല്ലാതെ അവൻ ആഞ്ഞു ചവിട്ടി. ശ്വാസം പോലും വിലങ്ങിയൊന്നും മരിച്ചാലും മതിയെന്ന് അവൾക്ക് തോന്നി.